എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. രേഖാചിത്രം, പൈങ്കിളി, ഹണ്ട്, ED തുടങ്ങിയ ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മലബാർ ടൈൽസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 8-നാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ധൂംധാം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഏജന്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ തെലുങ്ക് സിനിമയായിരുന്നു ഏജന്റ്. സിനിമ ഇറങ്ങി ഒരുപാട് കാലമായി. ഇതുവരെ OTT റിലീസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ സോണി ലീവ് ഏജന്റ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഒഫീഷ്യൽ തീയതി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏജന്റ് സിനിമ ഒരു ആക്ഷൻ മൂവിയാണ്. ഈ സിനിമ സോണി ലീവിൽ മാർച്ച് 14-ന് എല്ലാ ലാംഗ്വേജിലും OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കുടുംബസ്ഥൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഇപ്പോഴിതാ കുടുംബസ്ഥൻ എന്ന സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഭാഷകളിലും സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. വിനീത് ശ്രീനിവാസൻ എന്ന സിനിമയിലെ നായകൻ. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ സൈനാപ്പിളെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരുപാട് OTT പ്ലാറ്റ്ഫോം ഈ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ സിനിമ റിലീസാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ചിലപ്പോൾ നാളെ സിനിമ റിലീസാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തണ്ടൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. നാഗചൈതന്യ, സായി പല്ലവിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇപ്പോഴിതാ തണ്ടൽ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു ED. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാമിലി മൂവിയാണ് ED. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സുരാജാണ് ED സിനിമയിലെ നായകൻ. സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് OTT വൈകിയത്. ഇപ്പോഴിതാ മാർച്ച് 15-ന് ആമസോൺ പ്രൈമിൽ എക്സ്ട്രാഡേഷൻ എന്ന ഈ സിനിമ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ DNA സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കിൽ തന്നെ സൈനാപ്ലേയിൽ DNA സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഫൂട്ടേജിന് ലഭിച്ചത്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഇപ്പോഴിതാ ഫൂട്ടേജ് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫൂട്ടേജ് റിലീസായിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ ഫൂട്ടേജ് സിനിമ മാർച്ച് ലാസ്റ്റ് വീക്കിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ബ്രൊമാൻസ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാത്യു തോമസ്, കലാഭൻ ഷാജോൺ, അർജുൻ അശോകൻ, മഹിമ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ബ്രൊമാൻസ് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് പകുതിയോടുകൂടി ആമസോൺ പ്രൈമിൽ ബ്രൊമാൻസ് സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി 14-നാണ് പൈങ്കിളി സിനിമ റിലീസായത്. മിക്സഡ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സജിൻ ഗോപു, അനുശ്രീയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് പൈങ്കിളി. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. പൈങ്കിളി സിനിമ ഉടനെ തന്നെ ആമസോണിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് 4th വീക്കിലായിരിക്കും പൈങ്കിളി സിനിമ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഹിറ്റ് സിനിമയായിരുന്നു രേഖാചിത്രം. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTT റിലീസ് നാളെയാണ്. അതായത് മാർച്ച് 7-നാണ് സിനിമയുടെ ഒഫീഷ്യൽ തീയതി. സോണി ലീവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സോണി ലീവ് ഒരു ദിവസം മുന്നേ തന്നെ സിനിമ റിലീസാക്കാറുണ്ട്. അതായത് ഇന്ന് 5 മണിക്ക് ശേഷം സിനിമ എപ്പോൾ വേണമെങ്കിലും സോണി ലീവിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഹണ്ട് സിനിമയ്ക്ക് കാത്തിരുന്ന് ആരാധകർ മടുത്തു. കാരണം സിനിമ റിലീസാകുന്നില്ല. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമായിരുന്നു ഹണ്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് സിനിമയുടെ OTT റിലീസാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ ഹണ്ട് സിനിമ വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഏകദേശം മാർച്ച് 15-നായിരിക്കും ഹണ്ട് സിനിമ OTT റിലീസിന് വരുന്നത്. ഭാവനയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഹണ്ട് എന്ന സിനിമ. ഈ മാസം ഒരുപാട് സിനിമകൾ OTTയിൽ വരാനുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കും
കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.